ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളത് മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോവുകയാണ് കേട്ടോ. ഗുരുവായൂർ മമ്മിയുടെ അനിയത്തിൻ്റെ ഗുരുവായൂർ നോമ്പ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇനി മമ്മീനെ ചേലക്കരയിൽ നിന്ന് വിളിച്ചിട്ട് വേണം എനിക്ക് ഗുരുവായൂർ പോകണമെങ്കിൽ. ഓക്കെ. ഇതെന്താ എൻ്റെ മോന്ത് ഇരുണ്ട് പോയോ? അപ്പം നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഒന്ന് എണ്ണയിട്ട് കുളിച്ചാലുണ്ട്, അങ്ങനെ തലയിൽ എണ്ണയാണ് പോകുന്നുള്ളൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഷാമ്പൂ ഇട്ടുണ്ടാവും, അങ്ങനെ എണ്ണയാണ്. അപ്പം നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളെല്ലാം കാണാം ഗായ്സ്. നമ്മൾ പോണ വഴിക്ക് തിരുവില്ലാമല അമ്പലം കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇതുണ്ടോ, ഇതേത് അമ്പലം? ശ്രീരാമജയം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, തിരുവില്ലാമല അമ്പലമാണ്. അതൊന്ന് വീഡിയോ എടുത്താണ്. തള്ളയും കുട്ടിയും മൂന്നും നോക്കി നോക്ക്, നല്ല രസമല്ലേ? അതതിൻ്റെ കൊച്ച്. അള്ളാ, എന്താ എൻ്റെ അടുത്തേക്ക് നോക്കി നോക്ക്, നല്ല രസമല്ലേ കാണാൻ? ഞങ്ങൾ രാക്ഷസപ്പാറ എന്ന് പറയാറില്ല, ഇതിൻ്റെ മുകളിലാണ് വന്ന് ഇരിക്കുക കേട്ടോ. ഇത് ഞാൻ റോഡ് സൈഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇതിൻ്റെ മോൾ വശമാണ് കേട്ടോ രാക്ഷസപ്പാറ. എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ, അടിപൊളി. അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ. ഗായ്സ്, അതാണ് കേട്ടോ പറക്കോട്ടുകാവ് അമ്പലം. അതാ കാണാൻ സൂം ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് കേട്ടോ പറക്കോട്ടുകാവ്. ഞാൻ പോണ വഴിക്ക് നോക്കി പിള്ളേർ, അവർക്ക് ഒരു പേടിയില്ല, നമുക്കല്ലേ പേടിയാ. നോക്കി നോക്ക്, അവരവരെ കളിക്കൂട്ടുകാരുടെ പോലെയാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. അത് നോക്ക്. അപ്പം ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ അവർക്ക് യാതൊരു വിധ പേടിയില്ല. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയാണ്. ആഹാ, അതാ നോക്ക്. അല്ല, പട്ടിക്കുട്ടീനും പൂച്ചക്കുട്ടീനും പിടിക്കണ പോലെയാണ് അവർ പിടിക്കണത്. ഗായ്സ്, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ വീഡിയോ എടുത്തപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ എന്തായാലും ഇതാ പിള്ളേരിനൊക്കെ എടുത്തതാ. ഓ ഗായ്സ്, മമ്മിയുടെ ഫ്രണ്ട് ചന്ദ്രിക ചേച്ചി. ഇത് ചന്ദ്രിക ചേച്ചിയുടെ പേരക്കുട്ടി. എന്താ പറ്റ പേര്? ആയുഷ്. കണ്ണ. ആഹാ, നോക്കുന്നുണ്ട്. ഇതാ തത്തക്കൊടിച്ചി. ഹലോ, എങ്ങടാ നീ വരണ്ട? ഇത് മമ്മിയുടെ ചങ്കാണ്, മമ്മിയുടെ ചങ്ക അമൃത. ആരെ കുട്ടിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് മുഖം നോക്കട്ടെ? കയ്യിലെന്താ ചോണേ മുറിയായിരിക്കണൂല്ല. മുഖം നോക്കട്ടെ, എങ്ങനെ പൗഡർ ഇട്ടെന്ന്. നല്ല ഭംഗിയുണ്ട്, കൺമശൊക്കെ ഇട്ട് നല്ല ഭൂതം കളിക്കും. അബ്ബേ, ഇവരെ ചൊക്കിളിക്കുട്ടികളുടെ പോലെ വണ്ടി വരും. ഒന്നിനിങ്ങനെ മേക്കപ്പ് ചെയ്തെന്നാരാ? ആരെങ്ങനെ മേക്കപ്പ് ചെയ്തെന്ന്? ആഹാ, നന്നായി. ലിപ്സ്റ്റിക് ഉണ്ടോ? ആരാ ചെയ്തെന്ന്? ആഹായി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്. വണ്ടി പോട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അജൂട്ട ആയി, നല്ല ഭംഗിയുണ്ട്. പത്തിരി മാവുന്ന നീച്ച് വരുന്നേ, പത്തിരി ചൂടായിരുന്നു അല്ലേ? അതെ. ഇതേതാ വേറൊരു കുമ്പളവള്ളി ചുരിദാറൊക്കെ ഇട്ടിട്ട്. ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്താ ഡാൻസിന് പോവുക? ഇതാ ഷംനാൻ്റെ വണ്ടി, ഷംനാളക്കടിയുടെ വണ്ടി കണ്ടു ഗായ്സ്. വണ്ടി കണ്ടു. ഇങ്ങോട്ട് നോക്ക്, തിരിക്ക് നോക്ക്, പറ. പോന്നോ? അയ്യോ, ഞങ്ങള് പോവാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യേ? ഞങ്ങള് പോട്ടെ, ബായ്. പോയിക്കോ, വീട്ടിൽ പോയിക്കോ, പൊഞ്ഞ് വീട്ടിൽ പോയിക്കോ. ഞങ്ങൾ വണ്ടി പോവാ ഗായ്സ്. മമ്മിയുടെ കൂട്ടുകാരൻ അങ്ങനെ കണ്ടോ. മറിയത്തിനെ എവിടെ പോയാലും നമ്മൾ പിന്നെ മറിയത്തിനെ കാണൂലോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മറിയത്തിന് നിങ്ങൾക്ക് വ്യക്തമുണ്ടോ? അതാ ഒരു കുട്ടി മറിയത്തിൻ്റെ ഏത് സ്ഥലം? ചേലക്കര പോണ വഴിക്ക് ആറ്റൂര്. അതെ, മണലാടി പറഞ്ഞ സ്ഥലത്താണ്. നല്ല ഭംഗിയില്ല കാണാൻ. കണ്ടപ്പോൾ ഒന്ന് എടുത്ത. അങ്ങനെ നമ്മൾ നമ്മുടെ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇതാണ് മമ്മിയുടെ അനിയത്തിയുടെ വീട്. ഇതാരാന്നറിയാം നിങ്ങൾക്ക്? ഇതാണ് നമ്മളെ. നോക്ക് തത്തേ, നല്ല രസമാണ്. ഇടങ്ങളും കൂടെ നോക്കണത്. നിൽക്കണു. എന്താ പൊട്ടിക്കണ്ട്?
ഏത് പേര് പറ അല്ലാ കായ മരിക്കും മതിയോ മരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെ കാണാൻ ഭംഗിയില്ല പിന്നെ ഫോണിൽ പിന്നെ അങ്ങനെ നോമ്പ് തുറക്കി ഞാൻ എത്തി ഗായ്സ്. എന്താ ചെയ്യുക, റമളാൻ മാസമായപ്പോൾ എൻ്റെ തൊണ്ടക്ക് നല്ല ഭാഗ്യമാണ്. എവിടെ പോയാലും തീറ്റ എന്താ ചെയ്യുക. അങ്ങനെ എന്തൊക്കെ ഐറ്റംസാണ് അനാറാപ്പയും ഷംസുബാജാനും ഉണ്ടാക്കിയെന്ന് അറിയില്ല മക്കൾ. ഇതൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫ്രൂട്ട്സ് മാത്രമേ പുറത്തുനിന്ന് മേടിച്ചത്, ബാക്കി കംപ്ലീറ്റ് അനാറാപ്പം ഉണ്ടാക്കിയതാണ്. അടിപൊളി ഒരു രക്ഷ. ജ്യൂസൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ മക്കളെ, അത്രയും ടേസ്റ്റ്. എന്താ പറയുക, ഓരോ വിഭവത്തിലും ഓരോരോ ടേസ്റ്റ്. പൊതുവേ നമ്മളെ ഫാമിലിയിൽ അനാറപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്, അതായത് കൈപുണ്യത്തോടെ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതും കൂടി പിന്നെ നമ്മളെ തത്തു 2 സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒരു രസമായിട്ട് അങ്ങനെ ഇരുന്നു. ഗായ്സ്, ജീരകക്കഞ്ഞി നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാ മുളക്, ഇത് ചീനിമുളക്, ഇത് ഈത്തപ്പഴം, നാരങ്ങ അച്ചാറ്, ഇത് ബീഫ്, ഇത് കണ്ണിമാങ്ങ. എങ്ങനെയുണ്ട് ഗായ്സ്? ഓ അടിപൊളി, രക്ഷയില്ലാതെ. ഞാൻ കഴിക്കട്ടെ. ഓക്കെ, അപ്പം ഗായ്സ് ഞാൻ ജീരകക്കഞ്ഞി കുടിക്കട്ടെ. ഇതാണ്ടോ എങ്ങനെയുണ്ട്, മമ്മി കുറെ കുടിക്കുന്നത്. ഒരു രക്ഷയില്ല മക്കളെ. അനാറാപ്പച്ച മമ്മിയുടെ അനിയത്തിട്ടോ. ഓഫ്, ഇതാ പുള്ളിക്കാരുടെ ഫുഡ് രക്ഷയില്ല. മീൻകറിയൊക്കെ മക്കളെ ചുമ്മാ പറയല്ല. മീൻകറിയും പൂളക്കിഴങ്ങൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. ഇതാ ജീരകക്കഞ്ഞി, എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും ടേസ്റ്റാണ്. ഭയങ്കര കൈപ്പുണ്യാണ് കണ്ടോ. അപ്പം ഞാൻ കഞ്ഞി കുടിക്കട്ടെ. ഓക്കെ, അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ശംസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പത്തിരിയും ബീഫ് കറിയും ഒന്നും പറയണ്ട. തീറ്റോട് തീറ്റന്നെ. വാടകയ്ക്ക് സ്ഥലമൊക്കെ എടുത്തിട്ട് പോകണം നമ്മൾ നോമ്പറക്കാൻ പോകുമ്പോൾ, എന്നാലാണ് നമ്മുടെ വയറൊക്കെ സെറ്റാവുള്ളൂ. പക്ഷെ ഞാൻ നന്നായി ഫുഡ് കഴിച്ചെന്തായാലും ഗൈസ്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 ഇനി ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണണം. അപ്പോൾ ഇതിന് വല്ലാതെ നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.